പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച ഡോക്ടർ ശശി തരൂർ MP. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഇടപെടൽ ശരിയായിരുന്നുവെന്ന് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. ഭാരതീയൻ എന്ന നിലയിലാണ് താൻ സംസാരിച്ചതെന്നും വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും ശശി തരൂർ വിശദീകരിച്ചു. പരാമർശത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണം. The policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places, and therefore India is in a position where it can make a difference. യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യയുടെ സ്വീകാര്യതയാണ് ഇതിലൂടെ അർത്ഥമാകുന്നതെന്നായിരുന്നു ഡൽഹിയിലെ റൈസിന ഡയലോഗിൽ ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കി നടത്തിയ പരാമർശം ചർച്ചയായതോടെ താൻ പറഞ്ഞതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് ശശി തരൂർ വിശദീകരിച്ചു. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. എന്നാൽ ശശി തരൂരിന്റെ പരാമർശത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മറുപടി. ഞാനത് കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പാർട്ടി വിലയിരുത്തി പാർട്ടിന്റെ ഭാഗത്തു നിന്ന് അതിന് നേരെയുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ഞാൻ കേട്ടില്ല, ഞാൻ അദ്ദേഹം കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കല്ലോ, നമുക്ക് കാണുമല്ലോ എപ്പോഴും എന്താണെന്ന് നോക്കിയിട്ട് പറയാമല്ലോ. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പരാമർശം BJP ഏറ്റെടുത്തു. മോദി നയതന്ത്രത്തെ തരൂർ പുകഴ്ത്തിയത് അഭിനന്ദനീയമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ്. ശശി തരൂർ ഒരു സത്യം പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ആ നിലയിൽ തരൂർ അഭിനന്ദനം അർഹിക്കുന്നു. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ശശി തരൂർ പ്രശംസിച്ച ക്ഷീണം കോൺഗ്രസ് മറികടക്കുന്നതിനിടയിലാണ് വീണ്ടും അതേ സ്വരത്തിലുള്ള തരൂരിന്റെ പരാമർശം. ആവർത്തിച്ചുള്ള ഇത്തരം പരാമർശങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെതിരെ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. R. അച്യുതൻ, 24, ഡൽഹി.